ഇനി നമുക്ക് അടുത്ത പുലിയെ വിളിക്കാം. കുറെ സിനിമകളിലൂടെ നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഭാവന. തലനി ആളുന്ന ലോകത്തിൽ മോഹത്തിൽ നിറനി അന്നത്തെ അന്നത്തിനായി ഓടുന്നേ കണ്ണീരിൻ മേഘത്തിൽ വിണ്ണൊരിടി നീ ഇത്തുന്ന കൂരയ്ക്ക് ചോറുന്ന കുടനി ജന്മത്തിൻ ഉത്തരം നീ തേടുന്നേ. വെൽക്കം ഭാവന ചേച്ചി ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. യെസ്. നോക്കൂ, രണ്ടാമത്തെ പുലി. ഓ ഭയക്കണം രണ്ടുപേരെയും ഭയക്കണം എന്നല്ലേ? അതെ, ഇവര് ഈ കോമ്പിനേഷൻ ഞാനിന്ന് വരുമ്പോ എന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ ഇവളാ. ഞങ്ങള് കൊറേ നാളായി കണ്ടിട്ട് പലതും പറയാൻ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങടെ മൊത്തത്തിൽ അങ്ങടെ മുതലാക്ക ചേച്ചി, അത്രേ ഉള്ളൂ. ചേച്ചി, ഇവിടെ നിങ്ങൾ നീ വളരെ സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു. നീയും ഞങ്ങൾ എങ്ങനെയാ അത് കേൾക്കാൻ വേണ്ടിട്ടാണല്ലോ ഞങ്ങൾ പറയാൻ വരായിരുന്നു. നീ ഭയങ്കര ഹാൻസം ആയിരിക്കും. യു ആർ ടു ഹാൻസം. കോപ്പിടി ശരിയല്ല, നല്ല സ്വഭാവമല്ല അത്. ഇത് പൊളിക്കും. രമ്യ ചേച്ചി, നിങ്ങൾ ടിങ് തുടങ്ങിയ ബന്ധമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ തുടങ്ങിയ ബന്ധമാണ്? ഞങ്ങളുടെ ബന്ധവും ഇതേപോലെ ഇതാണ്. ഓഫ്, ഇത് എവിടുന്ന് തുടങ്ങും? ഞാൻ ആക്ച്വലി അവളെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഹലോ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞൊരു ഷോ ഞാൻ പണ്ട് ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഷോയില് ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഞങ്ങൾ കാണുന്നത് അന്നാണ്. അങ്ങനെ പടർന്ന് ഭാവന എന്തൊക്കെയുണ്ട് വിശേഷം, ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരെന്താണെന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു കോൺവെർസേഷനിൽ തുടങ്ങി. പിന്നെ നമ്മൾ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ ഭാവന ചേച്ചി ഇന്റർവ്യൂലാണ് ആദ്യമായിട്ട് കാണുന്നത്. അല്ല, ഇതിപ്പോ രമ്യയുടെ വേർഷൻ നമ്മൾ കേട്ടു. അതെ, ഇനിയിപ്പോ ഭാവനയുടെ വേർഷൻ ഒന്ന് കേക്കട്ടെ. എന്റെ വേർഷൻ അങ്ങനെയാണ്. ഞാൻ വലിയൊരു സ്റ്റാർ ആയിരുന്നു. ഇവള് എടി, നമ്മൾ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം വെച്ചിട്ട് ദൈവമാണ് ഭാവന ഇവിടെ കൊണ്ടുവന്നത്. ഓൾറെഡി ഇവൻ എന്നെ തകർക്കാൻ വേണ്ടി എന്നെ തകർക്കരുത്. ഹലോ ഗുഡ് ഈവനിങ് ഓൾറെഡി ആ സമയത്ത് ഭയങ്കര ഇതായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത്ര ഇതൊന്നും ആയിട്ടില്ല. കേരളം കണ്ട ഏറ്റവും നല്ല ആങ്കർ. അപ്പൊ അങ്ങനെ ഞങ്ങള് നമ്മുടെ വീട്ടില് സംസാരിച്ചോണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഭയങ്കര നല്ല അവതരണമാണ്, ഒട്ടും ഓവറാക്കുന്നില്ല, ഭയങ്കര അങ്ങനെയൊക്കെ മുൻപ് പറഞ്ഞിരുന്ന. പിന്നെ പരിചയപ്പെട്ടപ്പോ പിന്നെ അതൊക്കെ പോയി. അതിന് മുമ്പ് അങ്ങനെയായിരുന്നു. ആരും താഴ്ത്തിക്കെട്ടാൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അവളല്ലേ, ഞാൻ ക്ഷമിച്ചു. ഓക്കെ, അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച് ആൻഡ് അഗൈൻ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ.